ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനിന്ന് വീട്ടിലാണുള്ളത്. ഞാൻ എണീറ്റതേ ഉള്ളൂ. അതെൻ്റെ കൊല കാണുമ്പോൾ മനസ്സിലാവും. അപ്പോഴേക്ക് ഇന്ന് എൻ്റെ പ്രധാന പരിപാടി എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ പോകാമെന്നുള്ളതാണ്. എൻ്റെ കാലിന് ഭയങ്കര പെയിനാണ്. ലെഫ്റ്റ് ലെഗിൽ ഭയങ്കര പെയിനായിരുന്നു. അത് ഒരു വട്ടം ഞാൻ കാണിച്ചു, പക്ഷെ മാറിയില്ല. ഇന്നും ഒന്നും കൂടെ കാണിക്കാനായിട്ട് പോവുകയാണ്. അതാണ് ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത്. എല്ലാവരും കാണണം ഗൈസ്. ബൈ ബൈ, ടേക്ക് കെയർ. മാമാർത്തിൻ്റെ ക്രീം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഞാൻ മോയ്സ്ചറൈസർ എടുക്കാൻ മറന്നതാണ്. ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ക്രീം ഇട്ടാൽ എനിക്ക് തോന്നുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ വേറെ ഞാൻ അങ്ങനെ ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യാറില്ല. കാരണം വെയിലത്തോളം എന്തായാലും ഒളിച്ചാണ്. എന്തൊക്കെ യൂസ് ചെയ്താലും മേക്കപ്പ് തന്നെ പറയത്തുള്ളൂ. ഇത് മാത്രമേ ഉള്ളൂ. മാമാർത്ത് ഞാൻ സ്മിത്തണിന്നാണ് ഓർഡർ ചെയ്തത്. ഒരു 6 ട്രയൽ പോയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മേടിക്കാനായിട്ട് പറ്റുന്നതൊക്കെ. ഞാൻ സ്മിത്തണിന്നാണ് പ്രോഡക്റ്റ് ഓർഡർ ചെയ്തത്. ഞാൻ ഇതിങ്ങനെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കും. ഇതിന് മുമ്പ് ഞാൻ ഫേസ് വാഷ് ചെയ്തു. എന്തായാലും വെയിലെത്തുമ്പോൾ ടാൻ എടുക്കും. എൻ്റെ സൺസ്ക്രീൻ കൊടുക്കും. അതും നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു. ഈ ചാനലിൻ്റെ 90% ആൾക്കാരും ഈ വീഡിയോ കാണുന്നവരും, പക്ഷെ അവർ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, സപ്പോർട്ട് അറിയിക്കുന്നില്ല. ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയല്ല. ഒരു ദിവസം എനിക്ക് ഇങ്ങനെ കോളേജിൽ നിന്ന് ലീവ് കിട്ടിയായിരുന്നു. അപ്പോഴേക്ക് എനിക്ക് പെട്ടെന്നൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാണെന്ന് ഓർത്ത്. അപ്പോഴേക്ക് എനിക്ക് അറിയത്തില്ല സക്സസ്ഫുൾ ആകുമെന്ന് അറിയത്തില്ല. എന്നാലും എൻ്റെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി തുടങ്ങിയതാണ്. എൻ്റെ ഒത്തിരി കൂട്ടുകാർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടുതലായിട്ട് വീഡിയോസൊക്കെ ഇടാനായിട്ട് ഒത്തിരി പേരെ സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട്. കുറേ കണ്ടൻറ്റുകൾ പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ എനിക്ക് കണ്ടൻറ്റ് ക്ഷാമമൊന്നുമില്ല. എടുക്കണമെന്ന് അറിയത്തില്ല. ആ ഒരു സംശയം മാത്രമേ ഉള്ളൂ ഗൈസ്. ഞാൻ പറഞ്ഞു വന്ന അതായിരുന്നു, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന 2 ആൾക്കാരുണ്ടായിരുന്നു. നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ വീഡിയോ സമയത്ത് ഒത്തിരി ആൾക്കാരെന്നെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പിന്നീട് വീഡിയോ ഇടാനുള്ള ടെൻഡൻസി വരുന്നത്. ഞാൻ പിന്നെ ഒരു പൊട്ടി കെട്ടി കൊടുക്കുന്നത്. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോഴേക്കും വലിയ ഭയങ്കരമായിട്ടുള്ള മേക്കപ്പ് ഇടേണ്ട ആവശ്യമില്ല. കാരണം പല തരത്തിലുള്ള ആൾക്കാർ ഒരു പൊട്ട് തൊട്ട് വെച്ചു ഗൈസ്. ഇന്ന് വളരെ ലൈറ്റ് മേക്കപ്പാണ് ഞാൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഇത്രയും മേക്കപ്പോടെ ഇടാറുണ്ട്. പിന്നെ ഞാൻ ഇല്ലാക്കുന്ന സാധനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എൻ്റെ ഈ ലിപ്സ്റ്റിക്ക് ഭയങ്കര ഒരു വിഭാഗമാണ്. ലിപ്സ്റ്റിക്കിന് കൂടുതലാണ് എല്ലാവരും പറയുന്നത്. ലിപ്സ്റ്റിക്ക് ഇടാത്തതാണ് നല്ലതാണ്. പക്ഷെ എന്തൊരു സന്തോഷമാണ് ലിപ്സ്റ്റിക്ക് ഇടാറുണ്ട്. അത്രേ ഇടുന്നുള്ളൂ ഗൈസ്. ലിപ്സ്റ്റിക്ക് ബ്ലഷും ഐ ഷാഡോയും ഇടുന്നത് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഞാനൊരു ബോഡി ക്രീം കാണിച്ചു തരാം. ഇതെന്തായാലും ഇവിടെയൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് സൺടാൻ എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇത് നമ്മുടെ കയ്യിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കയ്യിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വഴി ഇവിടെ കഴുത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ ഒന്നും കൂടെ പോകുന്നില്ല. എത്രത്തോളം ആൾക്കാർ വെയിലാണ് ഇന്നത്തെ കാര്യം. ഞാനിത് കാണിക്കാണ്ടിരിക്കാൻ ഞങ്ങൾക്ക് ഇതെല്ലാം ഞാൻ വളരെ കുറച്ചാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് നല്ലോണമൊക്കെ നല്ല ബുദ്ധിമുട്ട് പ്രതീക്ഷിക്കുന്നു. വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവും. എന്നാലും നമ്മുടെ മസിലൊക്കെ നല്ലോണം സ്റ്റിഫാവും. ഇത് ഞാൻ മുടി ചെയ്യുന്നത് ഞാൻ പുത്തപ്പിയാണ് നോക്കുന്നത്. നല്ലോണമൊക്കെ എനിക്ക് ഹെയർ ഫോൾ ഉണ്ട്. ഞാൻ മുടിയിലധികം എണ്ണയും തേക്കാറില്ല. ഇവിടെ വരുന്ന മാത്രമേ ഞാൻ ഹെയർ കെയർ ചെയ്യാത്തുള്ളൂ. ഹോസ്റ്റലിലെ വെള്ളത്തിൽ കുളിച്ചാൽ ഉള്ള മുടിയും കൂടി പോകും. ഞാൻ മിക്ക സാറ്റർഡേ എൻ്റെ വീട്ടിൽ വരുന്നത്. എനിക്കിങ്ങനെ വീട്ടിൽ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇങ്ങനെ കമൻറ്റ് ചെയ്യണം. ഞാനൊരു ഹോം സിറ്റി പേഴ്സണാണ്. എനിക്കെപ്പോഴും വീട്ടിൽ വരുന്നതാണ് ഇഷ്ടം. ഞാനൊരു ലീവ് കിട്ടിയ ഉടനെ വീട്ടിൽ വരും. അപ്പോൾ എന്നെ കുറേ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇൻസ്റ്റഗ്രാം റീലുകളിൽ മെൻഷൻ ചെയ്തിടാറുണ്ട്. ഗൈസ് കണ്ടുമായിട്ടുള്ളൂ. മെൻഷൻ ചെയ്തിടാറുണ്ട്. ഒരു ഹോസ്റ്റലുണ്ടല്ലോ, ഹോസ്റ്റലിൽ എല്ലാ വെള്ളിയാഴ്ചയും വീട്ടിൽ പോകുന്ന ഹോസ്റ്റലിൻ്റെ വീട്ടിൽ എന്നെ മെൻഷൻ ചെയ്തിടാറുണ്ട്. ഞാനത് മുട്ടി കെട്ടിയിട്ട് ഞാൻ ബാക്കി വീഡിയോ കാണിക്കാം. അല്ലെങ്കിൽ ഭയങ്കര ലെങ്തി ആയിരുന്നു. നിങ്ങളെ എന്തിനാണ് ചുമ്മാ ബോറടിപ്പിക്കുന്നത് എന്ന് വിചാരിക്കുന്നു. ഞാനൊക്കെ
ശരിയാവുമെന്ന് എനിക്കറിയാനുണ്ട്. ചൂടായതുകൊണ്ട് തന്നെ എനിക്ക് അയച്ചിടാൻ താല്പര്യമില്ല ഗൈസ്. വെച്ചിട്ട് ഞങ്ങൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്ന സ്റ്റൈലാണ് എനിക്ക് ഫുഡിൻ്റെ കുട്ടപ്പം എന്ന് പറയുന്നത്. അതാകുമ്പോൾ നല്ല മുടി അടങ്ങി ഒതുങ്ങിയിരിക്കും. പക്ഷെ എൻ്റെ മുടി ഇങ്ങനെ ഇരുന്നിട്ട് ഒരു രസമാണ് ഇടുന്നറിയാമാര് ചുമ്മാ കെട്ടിക്കൊണ്ടുപോകുന്നു. അയച്ചിടുന്ന നല്ല ഇഷ്ടമാണ്. അയച്ചിടണമെങ്കിൽ മുടിയുടെ സ്ട്രെയിറ്റ് ഒക്കെ ചെയ്യണം. പിന്നെ 2 ബാൻഡ്സ് ഞാൻ എടുത്തിടുന്നുണ്ട്. ഇവിടെ ഇത്രയോളം ഫൈനൽ ലുക്ക് നമുക്ക് ഇഷ്ടപ്പെടാൻ വിചാരിക്കുന്നു. ഗൈസിന് പോലെ വ്ളോഗിന് പോലെ എൻ്റെ ഗെറ്റ് റെഡി കഴിഞ്ഞു. ഞാൻ അറിയില്ല ഗൈസ്. പിന്നെ ഇത് ഞങ്ങളടുത്ത മാവാണ്. പിന്നെ ഞാൻ ഇങ്ങോട്ട് പോകുമ്പോൾ ചെറിമരം കാണിച്ചു തരാം. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കടയിൽ പോയി മാസ്ക് മേടിച്ചിട്ട് ഞാനമ്മ കൂടെ നടക്കുകയാണ്. അമ്മയ്ക്ക് വീഡിയോ എടുക്കുന്നത് ഇഷ്ടമല്ല, കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. പിന്നെ ഞങ്ങളമ്മ അവിടെ നിന്ന് തൊഴുതു. ഞങ്ങൾ എന്നിട്ട് പോയിക്കൊണ്ടിരുന്നപ്പം എൻ്റെ സ്കൂൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ 10th വരെ പഠിച്ച STV ഗേൾസാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചത്. എൻ്റെ ഫേവറേറ്റ് സ്കൂളാണ്. നിങ്ങളുടെ ഫേവറേറ്റ് സ്കൂൾ കമൻറ്റ് ചെയ്യണം. ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ അവിടെ എത്തി. എന്നിട്ട് അമ്മ അവിടെ ടിക്കറ്റ് എടുക്കായിരുന്നു. ഞാൻ 2-3 സ്നാപ്പ് എടുത്തു ഗൈസ് അവിടെ ഇരുന്നു. പിന്നെ ഞങ്ങൾ കാണിച്ചിട്ട് ഇറങ്ങി. അപ്പോഴേക്ക് ഭയങ്കര ദാഹമായിരുന്നു. എന്നിട്ട് ഞങ്ങളൊരു കഫേയിൽ കയറിയിട്ട് ഞാനൊരു ഗ്രേപ്പ് ജ്യൂസും അമ്മയൊരു കരിക്ക് ചിക്കും ഞാനൊരു സാൻഡ്വിച്ച് ഓർഡർ ചെയ്തു. കുറേ നേരം ഇരുന്നിട്ട് വന്നു ഗൈസ്. എന്നിട്ട് ഞങ്ങളതൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങാനായിട്ടിരിക്കുമായിരുന്നു. എന്നിട്ട് അമ്മ ഇപ്പോൾ കുഞ്ഞമ്മേനോട് സംസാരിക്കുവാണ്. ഞങ്ങൾ പ്രൈവറ്റ് ബസ്സിലായിരുന്നു പോയത്. ഞങ്ങളുടെ സ്റ്റോപ്പ് എത്താറായി. ഞങ്ങൾ ഇറങ്ങി. ഞങ്ങളടുത്ത കടയിൽ കയറി ഞാനവിടെ ഇരുന്നു. പിന്നെ ഞാൻ ഫ്രഷ് ആയിട്ടുള്ള വ്ളോഗാണ് ഈ കാണിക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഗൈസ്. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം.